എന്നിട്ട് ഞാൻ ചെയ്ത പണി എന്നാന്നറിയാമോ, ഒരു പൊട്ടത്ര ചെയ്തത് ഇത് കത്തി അങ്ങ് വെക്കേണ്ട താമസം ഇങ്ങനെ കീറിപ്പോരും. ഒട്ടും കടുപ്പയില്ല. നോൺ വെജ് തോരനാട്ടോ ഇതാണ്. എന്നാന്ന് നിങ്ങൾക്ക് കാണാം കിട്ടും. ഇതെല്ലാം LKG പിള്ളേർക്ക് വരെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പിന്നെ ഇത് പറയണ ഇതിനെപ്പറ്റി പല കമന്റുകളും വന്നതുകൊണ്ട് നേരിട്ട് അഡ്വാൻസ് ആയിട്ട് പറയണതാ. പിടിച്ച വരെ അതിലേക്കിടാം. പല പ്രേക്ഷകരും പറഞ്ഞത് അങ്ങനെ പൊട്ടൂലെന്ന. അപ്പൊ എനിക്കും തോന്നി അതിന് നല്ല കട്ടിയുണ്ട്, അങ്ങനെ പൊട്ടണില്ലാന്ന. വയറിന് എന്തോ ഒരു കമ്പനം പോലെ. നീ ഒന്ന് നോക്കിക്കേ, നിന്റെ അഭിപ്രായം. പിന്നെ ഊണ് കഴിക്കുമ്പോ അപ്പഴേ ചോദിക്കാം. കാറ്റും മഴ എങ്ങനെയുണ്ട്? ബ്രോക്കളി ദേ പറഞ്ഞോ പേര്. ബ്രോക്കളി. ബ്രോക്കളി ഇന്ന് സൂപ്പല്ല. സൂപ്പല്ല. ഓ, കത്തി എടുക്കട്ടെ എന്നാ? വേണ്ട, കത്തി വേണ്ട, തന്നെ കുടിക്കാം. നീ ഇന്നലെ ചെയ്തോണ്ട് ഞാൻ അത്രേ ഉള്ളൂ സംഭവം. ഇത് എല്ലാം അടർത്തിയേ ഞാനൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇത് നമ്മള് കഴുകിയതാട്ടോ. പിന്നെ പറയട്ടെ, പറഞ്ഞോ. അയ്യോ അത് അല്ലെങ്കിൽ പ്രശ്ന. അയ്യോ പ്രശ്നം അല്ലെങ്കിലും ഉള്ളൂ. കടുക് പൊട്ടിക്കുന്ന പോലെ പ്രശ്ന. ഞാൻ പറയാം. ഞാൻ ചെരുവത്തിനകത്ത് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട്, കോളിഫ്ലവർ അങ്ങനെയല്ലേ ചെയ്യാറ്, അതേ രീതിയിൽ തന്നെ ഇട്ട് ചെറുതായിട്ട് വെള്ളം ഒന്ന് ചൂടാക്കി. എന്നിട്ട് ഞാൻ ചെയ്ത പണി എന്നാന്നറിയാമോ, ഒരു പൊട്ടത്ര ചെയ്തത് ഇതിലേക്ക് വെച്ചത് ഇങ്ങനെ വെച്ചോണ്ടിരുന്നു കുറച്ചു നേരം. ഈ ചെറു ചൂടുവെള്ളം ആയതുകൊണ്ട് അധികം നേരം മുക്കി വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ വേവായി പോവില്ലേ. അതുകൊണ്ട് ഞാൻ വെള്ളത്തിന്റെ തണുപ്പ് മാറ്റിയാട്ടുള്ളൂ. എന്നിട്ട് ഇങ്ങനെ വെച്ചേച്ച് കുറച്ചു നേരം കുത്തുവോ നൂർത്തോ ഒക്കെ ചെയ്ത് അലമ്പി കഴുകിയെടുത്താട്ടോ. ക്ലീൻ ആയിട്ട് കഴുകിയെടുത്തതാ. നീ പൈന് കംപ്ലൈന്റ് വരണ്ട. അത് കഴിഞ്ഞ് നമുക്ക് ഇത് അടർത്തിയേച്ചേ, ഇതൊന്നുമില്ല, ചുമ്മാ ഓടിച്ചെടുത്താ മതി. അതല്ല കോളിഫ്ലവർ പോലെ തന്നെ അല്ലേ. അടർത്തിയേച്ച് നമുക്ക് കറി ഉണ്ടാക്കണം ഉച്ചത്തേക്ക്. അടർത്തി വെക്കാം. ദേ ഇങ്ങനെ അടർത്തിയ പോരൂല്ലേ. ഇനി അതിലേക്ക് ചെരുവത്തിലേക്ക് വെക്കരുത്. വെള്ളം ചൂടാക്കി ഇതാക്കി കഴുകിയതല്ലേ. അതുകൊണ്ട് ഇത്ര ഞാൻ അരിഞ്ഞു വെച്ചു. ഒരെണ്ണം അരിയണ കാണിക്കാനോ. ഇതിലും ചെറുതാക്കി അരിഞ്ഞാൽ അത്രയും നല്ലതാട്ടോ. ഇത് പിന്നെ പെട്ടെന്ന് വേവും. അതുകൊണ്ട് പിന്നെ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. അതെ ഞാൻ ചെയ്യണ മെത്തേഡാട്ടോ. അല്ലാണ്ട് ഇത് നീ പറഞ്ഞ പോലെ ആരും ഫോളോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പറയണല്ല. ഞങ്ങളിങ്ങനെ ചെയ്യണു അല്ലേ. കണ്ടോ ഞാൻ പറഞ്ഞില്ല, ഇച്ചിരിയോടെയൊക്കെ ചെറുതാക്കിയത് നല്ലതാ. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ്. ഏതായാലും വെന്ത് കിട്ടും. ആവിയില വേവിക്കണം. മറ്റ് പടവലങ്ങാത്തോരനും വെണ്ടയ്ക്കാത്തോരനൊക്കെ പോലെ തേങ്ങ ഒതുക്കി പച്ചമുളകും ഇച്ചിരി ഉള്ളിയും ഒക്കെ ഒതുക്കി വെച്ച് ഇതിലിട്ട് വേവിച്ചെടുക്കും. മൂടി പൊത്തി വെക്കണം. ഉപ്പൊക്കെ പരട്ടി കാണിച്ചു തരാം. അതിന് ഞാൻ ഒരു സവോളയും ഒരു ക്യാരറ്റും ചേർക്കാനായിട്ട് അരിഞ്ഞ് അപ്പുറം പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അരിയുവാണേ. ഇത് അരിയല് വളരെ സാറ്റിസ്ഫൈങ്. ഞാൻ ഇന്നലെ സൂപ്പ് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായതാ. തിന്നു അല്ലേ. കത്തി അങ്ങ് വെക്കേണ്ട താമസം ഇങ്ങനെ കീറിപ്പോരും. ഒട്ടും കടുപ്പയില്ല. നല്ല തണുപ്പാ മഴ പെയ്തപ്പോ അല്ലേ. ആ ഇരുമ്പുളിയൊക്കെ നല്ല ജോറായി. പൂക്കള ഇരുമ്പുളിയുടെ. ഇനി മഴ പെയ്യുമ്പോ പഴുത്ത അതിലേക്ക് വീണ് കിടക്കും മുറ്റത്തേക്ക്. പക്ഷെ അത് പൂ ഇങ്ങനെ നിക്കണ കാണാൻ നല്ല രസമുണ്ടല്ലേ. കഴിഞ്ഞു ഇല്ല ഒരെണ്ണം കൂടെ ഉണ്ട്. നമ്മുടെ തോരൻ, അതായത് ഫേമസ് ബ്രോക്കളി തോരൻ, നോൺ വെജ് തോരനാട്ടോ. ഇതാ എന്നാന്ന് നിങ്ങക്ക് കാണാം. അതെ, ബ്രോക്കളി നോൺ വെജ് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് ഉണ്ടാക്കണത് നോൺ വെജ് തോരനാ. ഉറുമ്പും എല്ലാം. ദേ തേങ്ങ, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഒരു ദള ജീരകം ഉണ്ട്. കറി വെക്കണ മോരുകറിക്കൊക്കെ ഇടണ കുഞ്ഞു ജീരകം, എരിവ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇതൊന്നും ഒതുക്കിക്കൊണ്ടുവരാം. പിന്നെ ശാസ്ത്രീയമായിട്ട് ഒതുക്കിയ തട്ടിപ്പല്ല. സാധാരണ ചുമ്മാ തേങ്ങ ഇട്ടല്ലേ തോരൻ ചെയ്യണേ. ഇത് വിലയുള്ള പച്ചക്കറിയല്ലേ. വിലയുള്ള പച്ചക്കറി. പിന്നെ ഒന്ന് ആദ്യമായിട്ടല്ലേ. ഒന്ന് ഇച്ചിരി ശാസ്ത്രീയമായിട്ട് ചെയ്യാം. ഓക്കെ, ഞങ്ങള് തോരൻ ഉണ്ടാക്കാൻ പോവാ. അപ്പൊ തോരൻ ഉണ്ടാക്കുമ്പോ വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായി കഴിയുമ്പോ ഞാൻ പറഞ്ഞല്ലോ, തോരൻ ഉണ്ടാക്കുമ്പോഴും മീൻകറി വെക്കുമ്പോഴും എണ്ണ ചൂടായോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കടുകിടുന്നു. ഒരു 4 തരി കടുക. 4 തരി കടുക. അത് പൊട്ടിക്കഴിയുമ്പോ വേപ്പില ഇടണം. അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് സ്റ്റാർട്ടിങ്ങിൽ കടുക് വറക്കണത്. ബാക്കി ഒരുവിധം എല്ലാ കറികളിലും അല്ലാതെ തന്നെയാണ് കറി വെച്ചതിന് ശേഷമാണ് കടുക് വറുക്കുന്നത്. വീണ്ടും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് പറയാം. അപ്പൊ ഇനി നമുക്കിത് പൊട്ടിക്കഴിയുമ്പോ ഉള്ളിയൊന്നും ഇടുന്നില്ല. കാരണം ഒതുക്കാനായിട്ട് ഉള്ളി ചേർത്തത് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്, ഒതുക്കി വെച്ചിട്ടുണ്ടാവും. ഇനി ശാസ്ത്രീയമായിട്ട് ഒതുക്കിയാ ചെയ്യണം. അപ്പൊ വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഒരു മുഴുത്ത പച്ചമുളകും കൂടെ ചേന്തി എടുത്തിട്ടുണ്ട്. ഉണക്കമുളക് പൊടി അല്ല, മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു പച്ചമുളകും കൂടെ കേട്ടോ. ഒറ്റയ്ക്ക് ഒരെണ്ണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ല അത്
ബ്രോക്കലിയുടെ കൂടെ ഇട്ടാൽ മതി. ഇപ്പോൾ വേണ്ടത് ഇതിലേക്ക് വെച്ചാൽ മതി. നമുക്ക് അരപ്പിടാം കേട്ടോ. അരപ്പല്ല, ഒതുക്കിയ തേങ്ങ. കടുക് പൊട്ടിയിട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ഇനി ആരും കടുക് പൊട്ടാതെ ഇട്ടു. കടുക് പൊട്ടിയില്ല. കടുക് പൊടിപൊടിന്ന് പൊട്ടിക്കഴിഞ്ഞ് വേപ്പില ഇട്ടു. അതിന് ശേഷം തേങ്ങ ഒതുക്കിയിട്ടു. ഇതെല്ലാം LKG പിള്ളേർക്ക് വരെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പിന്നെ ഇത് പറയണ ഇതിനെപ്പറ്റി പല കമന്റുകളും വന്നതുകൊണ്ട് നേരിട്ട് അഡ്വാൻസ് ആയിട്ട് പറയണതാണ്. കാരണം അങ്ങനെ വന്നതുകൊണ്ട് പറയണത്. അല്ലാത്തവരങ്ങ് അടച്ചേക്കുക. അപ്പൊ പിന്നെ വിഷയമില്ല. സവോള, ക്യാരറ്റ്, ബ്രോക്കലി, ഒരു പച്ചമുളക്. പല കളറാ അല്ലേ? പച്ച, ചുമപ്പ്. അത് സാരിയിൽ വെച്ചിട്ടാവും. ഇതാണോ പോയത്? തീ പിടിച്ച വിലയാ അതിലേക്കിടാ. തീ പിടിച്ച വിലയുള്ള സാധനം അതുപോലെ സൂക്ഷിക്കണം. കാരണം നീ മേടിച്ചോണ്ട് വന്നപ്പോ ഞാനൊന്നും ഞെട്ടി. 2 249 600 സംതിങ് ഗ്രാം ഉണ്ടാകും. ഇനി നമുക്ക് ഉപ്പ് വേണം. ഉപ്പും കൂടെ ഇട്ടേച്ച് മൂടി പൊത്തി ഇളക്കി അങ്ങ് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഒരു നോൺ വെജ് ചേർക്കണം. ഞാൻ കാണിക്കാം. അത് ലാസ്റ്റ് ചേർക്കോളൂ കേട്ടോ. വേവ് ഇതായി കഴിയുമ്പോ ഉപ്പ് ചേർക്കുവാണേ. കുറച്ച് ഉപ്പ് മതിയാവും. എന്നാന്ന് വെച്ചാൽ ഇത് ചുരുങ്ങും. ഞാനില്ലേടി എപ്പോഴും മഴ പെയ്യുമ്പോ എന്റെ പ്രതീക്ഷ മുഴുവൻ കൂണ് കിളിക്കണടത്തൊക്കെ നോക്കും ചെയ്യുന്നു. പക്ഷെ അപ്പൊ പറഞ്ഞു ഇങ്ങനെ അടച്ച മഴയത്തല്ല കൂണ് കിളിക്കണത്. ഇടിയൊക്കെ വെട്ടി കാലവർഷം തുടങ്ങണ സമയത്തായിരുന്നു. എന്നാലും ഞാൻ എപ്പോഴും ചെന്ന് നോക്കും. പണ്ട് രാത്രിയിൽ കൂണ് പറിച്ച് നമ്മള് വന്നപ്പോ കണ്ടത്. ഇനി നമുക്ക് ഇളക്കി വെച്ച് മൂടി പൊത്തി വെക്കാം കേട്ടോ. ഇന്ന് ഞാൻ ഇതിന്റെ ലിഡ് തന്നെ എടുക്കണം കേട്ടോ. ഞാൻ സ്റ്റീലായി എടുക്കാറ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. പല പ്രേക്ഷകരും പറഞ്ഞത് അങ്ങനെ പൊട്ടൂലെന്ന്. അപ്പൊ എനിക്കും തോന്നി അതിന് നല്ല കട്ടിയുണ്ട്, അങ്ങനെ പൊട്ടണില്ലാന്ന്. അത് കാരണം ഇപ്പൊ ഭൂരിഭാഗവും ഞാൻ ആ അടപ്പ് തന്നെ വെച്ച് അടയ്ക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതെ മൂടി വെക്കാം. അതെ ഇതാകുമ്പോ ഓൺലൈനിൽ നിന്ന് മേടിച്ച ഇമ്പക്സിന്റെ ഇങ്ങനത്തെ ഒരു ഫ്രൈങ് പാനാ ഞാൻ നിന്നോട് പറഞ്ഞ. നോക്കാം. 26 സെന്റിമീറ്റർ. മൂടി വയ്ക്കട്ടെ. അതിൽ നിന്ന് കുറച്ച് വെള്ളം ഊറി വന്നോളൂ. ഇങ്ങനെ അത് വെന്തോളൂ കേട്ടോ. ഓക്കെ കളിക്കുവാണേ. ഈ തേങ്ങ ഒതുക്കിയ പാത്രം ഇല്ലേ, അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ചേ ഒന്നങ്ങ് തളിച്ചു കൊടുക്കണം. വെള്ളം വേണ്ടി വരില്ലായിരിക്കും. എന്നാലും അരത്തിന്റെ ഇതൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ടാട്ടോ തളിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടിപ്പൊട്ടി വെക്കാം കേട്ടോ. ഇല്ലേ വീണ്ടും തന്നെ മണോ മറ്റേ എനിക്ക് അത്ര പിടുത്തല്ല. പക്ഷെ എനിക്കിഷ്ടമാണ്. പക്ഷെ സൂപ്പ് എനിക്ക് താല്പര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇത് വേവുമ്പോൾ നല്ലതായിരിക്കും. ഇനിയിപ്പോ ഒരു നോൺ വെജ് ചേർക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലാട്ടോ. വേവുള്ളതല്ലേ. മൂടി വെക്കട്ടെ. ഇങ്ങനെ ഇതിൽ ചേർക്കാനുള്ള നോൺ വെജാ. ഇപ്പൊ കണ്ടല്ലോ. ഇരിക്കട്ടെ. കുത്തി അവനെ ഇളക്കി വിടണം. അല്ലെങ്കിൽ മിക്സ് ആവണ്ടേ? അതെ. ഇപ്പൊ ഇളക്കാട്ടോ. എന്നങ്ങ ബോയിലായി വന്നോട്ടെ. അല്ലെങ്കിൽ പച്ചയോ ഒഴിക്കുക. അതൊക്കെ ഈ വെള്ളക്ക് ഒരു ചേഞ്ച് വരുമ്പോ നമുക്ക് കുത്തിയിളക്കാം. ടേസ്റ്റ് ഉണ്ട്. ഇടയ്ക്ക് വാങ്ങാം. ഒരെണ്ണായിട്ട് വാങ്ങിയാൽ കുഴപ്പമില്ല. അത്രയും വില വരില്ല. ഇത് രണ്ടെണ്ണം ആവശ്യത്തിന് വേണ്ടിയല്ലേ? അതെ അതെ അതെ. അതുകൊണ്ടല്ലേ സൂപ്പ് എന്തായാലും നമ്മൾ റെഗുലർ ആയിട്ടൊന്നും ഉണ്ടാക്കില്ല. കാരണം അത് ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ നമ്മൾ ഷൂട്ടും കൂടെ ചെയ്തോണ്ട് ആ ടൈം ഒത്തിരി എടുത്തേട്ടോ. അതെ അതെ അതെ. പൊട്ടിക്കാം. വെള്ളക്ക് കളർ മാറിയുണ്ട്. കളർ മാറി വരുന്നുള്ളൂ. ഇനി നമുക്കില്ലേ കണ്ടോട്ടെ. മൂടി അങ്ങ് പൊട്ടുക. മൂടണ്ട അല്ല പാത്രം ഇത് മൂടണ്ട. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതുകൊണ്ടാണ്. എന്നിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനിതേ മൂടി പൊത്തി വെച്ചിരിക്കണ മുട്ട ഒരു സെക്കൻഡ് വരെ കഴിയട്ടെ കേട്ടോ ഇളക്കാൻ. കാരണം ഒന്നങ്ങ് ജോയിൻ്റായി വന്നോട്ടെ കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ഇളക്കി നോക്കാം കഴിവ് എങ്ങനെയാന്നുള്ളത്. നോക്കിയാലോ? ഏതാണ്ടായി. ഏതാണ്ടായിന്നല്ല, മുട്ട ഏതാണ്ടായിന്ന്. കുറച്ചുകൂടെ വേവാനുണ്ട് കേട്ടോ. അപ്പൊ മുട്ടയിലേക്ക് ലയിച്ചത് അറിയില്ല. മുട്ട ഇട്ടിട്ടുണ്ട്. അതെ അതെ കളർ നമുക്ക് വെണ്ടക്കയിൽ ഞങ്ങളിങ്ങനെ ചിക്കി പൊരിക്കാറുണ്ട് കേട്ടോ. എനിക്ക് വെണ്ടക്കയിലൊന്നും പൊരിക്കണ വലിയ താല്പര്യമില്ല. അപ്പയ്ക്കും ഇവർക്കും ഇഷ്ടം.
എപ്പോഴും എന്നോട് വെണ്ടയ്ക്ക പറിക്കുമ്പോ ഒരു മുട്ടയും കൂടെ ഇതിലേക്ക് ഇട്ടങ്ങനെ ശരിയാക്കാം. അമ്മ വളരെ ചൂസിയാ ഫുഡിന്റെ കാര്യത്തിൽ. എനിക്ക് അങ്ങനെ അതിന്റെ ഒക്കെ ടേസ്റ്റ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങളൊക്കെ എല്ലാം കഴിക്കും. ഇവര് ഒരുവിധം എല്ലാം കഴിക്കും. ഞാൻ കഴിക്കാത്തതായിട്ട് പ്രത്യേകിച്ച് അപൂർവങ്ങളിൽ അപൂർവമായ സാധനം മാത്രമേ ഉള്ളൂ. എല്ലാം തന്നെ ഞാൻ കഴിക്കും. ഇവിടെ എല്ലാരും അങ്ങനെയാണ് പ്രത്യേകിച്ച്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പക്ഷെ ഇച്ചിരി ഇച്ചിരി വെച്ചേ കഴിക്കുള്ളൂ. അതുകൊണ്ടാ, അതാണ് വ്യത്യാസം. ശരീരത്തിലധികം പിടിക്കൂല തോന്നുന്നു. ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 2 വർഷം മുമ്പ് വരെ മീനൊക്കെ എല്ലാ മീനൊന്നും ഞാൻ കൂട്ടൂല കേട്ടോ. അത് പറഞ്ഞേക്കാലോ, ഞാൻ പറയാറുണ്ട് മീനൊക്കെ. മീന്, ചിക്കൻ, ബീഫ് നന്നായിട്ട് കഴിക്കുമായിരുന്നു. പോത്തിറച്ചി പന്നിയിറച്ചി എനിക്ക് കണ്ണിന് കാണരുത് കേട്ടോ, ഞാൻ കഴിക്കൂല. മട്ടൻ പിന്നെ മേടിക്കൽ കുറവാണ്, മട്ടനും ഇഷ്ടമാണ്. അപ്പം എല്ലാം കഴിക്കുമായിരുന്നു. പിന്നെ വയറിന് പ്രോബ്ലം വന്നു കഴിഞ്ഞ് ഞാൻ ഇറച്ചി, ഞാൻ പറഞ്ഞില്ലേ, കഴിക്കാറ് തന്നെ ഇല്ല. എവിടെ ചെന്നാലും ഞാൻ അങ്ങനെ കഴിക്കാറില്ല. കഴിച്ചാൽ അതോ പിന്നെ വയറൊരു, പിന്നെ നമുക്കൊരു സാറ്റിസ്ഫൈഡ് അല്ല. വയറിന് എന്തോ ഒരു കമ്പനം പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. കഴിക്കാറില്ല. മീനും നന്നായിട്ട് കഴിക്കുമായിരുന്നു. ഇപ്പം മീൻ കഴിപ്പ് കുറവാണ്. വറുത്ത മീനൊക്കെ ഒരു കഷ്ണം കഴിക്കും, വെച്ചതൊരു കുഞ്ഞു കഷ്ണമൊക്കെ എടുക്കുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ചാളയൊക്കെ സീസൺ വരെ നമുക്ക് ചാളയൊക്കെ മേടിച്ച് പുള്ളിക്കുകയും വറുക്കുകയൊക്കെ ചെയ്യണോട്ടോ. കാലവർഷം തുടങ്ങുമ്പോൾ നമുക്ക് നാടൻ ചാള വരും നല്ല നെയ്യോടുകൂടി. അപ്പം അങ്ങനെയൊക്കെയാണ് കൂടുതലും. ഞാനിപ്പോൾ തോരൻ അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി, ആ കൂടെ ഒരു ചമ്മന്തി ചിലപ്പോൾ കഴിക്കും. ചമ്മന്തി ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ പിക്കിളിരിപ്പുണ്ടാവും, പിക്കിളെടുക്കും. എനിക്ക് ഒഴിക്കാനൊന്നും വേണമെന്ന് പണ്ട് മുതലേ ഇല്ല. പിന്നെ ഏറ്റവും ഫേവറേറ്റ് ആണ് സാമ്പാർ ലവർ. ഇനി നമുക്ക് പരിപാടി ആയി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എനിക്ക് ഒത്തിരി ഇതായി പോയാൽ കൊള്ളില്ല. ഞാനൊന്ന് ഇളക്കി കാണിക്കാം. സംഭവം ഒക്കെ ആയിട്ടുണ്ട്. മറ്റേ നിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തരാം. മറ്റേ ബർണറിലേക്ക് മാറ്റി വെക്കാൻ പോവാം. സ്പാറ്റില മാറ്റിയാക്കട്ടെ. എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നീ ഒന്ന് നോക്കിക്കേ നിന്റെ അഭിപ്രായം. പിന്നെ ഊണ് കഴിക്കുമ്പോ അപ്പഴേ ചോദിക്കാം. നല്ലതാ, എനിക്കും ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല സാധനം. ഓക്കെ, തോരനിടുവാണേ. എന്നാ പറയണെന്നറിയാം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. നീ പറഞ്ഞ പോലെ എഗ് ഇടുമ്പോഴേ വേറൊരു ടേസ്റ്റും കൂടെ വന്നത് നല്ലതാണ്. അപ്പക്ക് മോരുകറി ഇല്ലാഞ്ഞിട്ട് കുറെ ദിവസമായിട്ട് പ്രശ്നമായിരുന്നു ഇവിടെ. അതെ, ഈ കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. ബ്രോക്കളി നല്ലതല്ലേ? ബ്രോക്കലി മാത്രല്ല, ബ്രോക്കലി എഗ് തോരന. നല്ല കാറ്റ് വന്നുണ്ട്. ഇത് കണ്ടോ, കൊടുങ്കാറ്റ് പോലെ ഉണ്ട്. മൺസൂൺ. ഇത് മൺസൂണാണോ ഡിപ്രഷനാണോ എന്ന് അറിയില്ല കേട്ടോ. മെയ് 26-ാം തീയതിയിലത്തെ അവസ്ഥയാണ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല കറി. അമ്മയ്ക്ക് എത്താണ് ബ്രോക്കോളിയുടെ എല്ലാം ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടപ്പെട്ടു. നല്ല സാധനം. ഇടയ്ക്ക് മേടിച്ചു നമുക്ക് തോരനുണ്ടാക്കാം. അതെ അതെ അതെ. ഇനി ചോറൊക്കെ കൂട്ടി അങ്ങ് കഴിച്ചോ. ഞാൻ എടുത്തോളാം. ശരിക്കും അടക്കട്ടെ. അതല്ല, കാറ്റും മഴ എങ്ങനെയുണ്ട്? നല്ല കാറ്റും മഴ. നല്ല ടേസ്റ്റാ. എനിക്ക് ഇന്നലത്തെ സൂപ്പും ഇഷ്ടപ്പെട്ടു, തോരനും ഇഷ്ടപ്പെട്ടു. ചോറിന്റെ കൂടെ കൂട്ടി അങ്ങ് കുഴക്കുന്നേ. ഞാൻ എന്നെ എത്ര പ്രലോഭിപ്പിച്ചാലും ഞാൻ ചെയ്യണ രീതിയെ ഞാൻ ചെയ്യുള്ളൂ. കൂട്ടി കുഴക്കാൻ പറഞ്ഞാൽ ഞാൻ കുഴക്കൂല. എനിക്കത് ഇഷ്ടമല്ല. ഇപ്പം ഇതിൽ മുട്ട ഇട്ടില്ലെങ്കിലും ഈ തോരൻ നല്ലതാട്ടോ. ഞങ്ങളൊരു മുട്ട കൂടി ഇട്ടൊന്ന് പൊലിപ്പിച്ചതാ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് മേടിക്കുമ്പോൾ മുട്ട ഇടാതെ ചെയ്യാം അല്ലേ? നല്ല സാധനം. എപ്പോഴും ഈ അച്ചിങ്ങയും പടവലങ്ങയും ബീൻസും
എന്നാ ഇടയ്ക്ക് മേടിക്കാൻ അതെ 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 ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ സൗകര്യമല്ലേ, നീ അവിടെ നിന്ന് കെട്ടിപ്പറക്കി കൊണ്ടുവരണ്ടല്ലോ. അതെ, ഇടയ്ക്ക് മേടിക്കാം. വേറെ എന്തെങ്കിലും ഡിഷുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് പറഞ്ഞു തരിക. അതെ, ഇതിൻ്റെ വേറെ ഡിഷുകൾ എനിക്ക് തോന്നുന്നതേ കോളിഫ്ലവർ പോലെയൊക്കെ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ചില്ലി നല്ല കറിയാം. കഴിക്കാൻ പോവാ കേട്ടോ. ബ്രോക്കലി തോരൻ. കണ്ടോ? ഒരു ടേസ്റ്റ്, നല്ല രുചിയാണ്. നല്ല ലീഫി വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റ്. പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വാങ്ങി. കണ്ടോ? മത്തതുണ്ട്, പിക്കിളും ഉണ്ട്. ഇച്ചിരി പിക്കിളങ്ങ് എടുക്കുക, ഇച്ചിരി ബ്രോക്കലി കൊണ്ട് അങ്ങ് മിക്സ് ചെയ്യാം. കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. വെളാമീൻ വറുത്തതാണ്, മുള്ളൊക്കെ കുറവാണ്, ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയാണ് ഈ തോരൻ ഏറ്റവും സൂപ്പർ കേട്ടോ. ഞാൻ കഴിക്കുന്നത് ഓട്സ് കഞ്ഞിയാണ്. അതിൻ്റെ കൂടെ അത്ര മാച്ചായിട്ട് എനിക്ക് തോന്നിയില്ല, എങ്കിലും മാനേജബിൾ ആണ്.